അമേരിക്കയെ അടപടലം തോൽപ്പിച്ച ഇറാന്റെ ആയുധക്കരുത്തിൽ ഞെട്ടിയിരിക്കുകയാണ് ലോകം മുഴുവൻ. എന്നാൽ ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ് എന്നും ഇനിയും ലോകം കണ്ടിട്ടില്ലാത്ത വജ്രായുധങ്ങൾ ഇറാൻ മൂർച്ച കൂട്ടി ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും ഇനി സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് കാത്തിരുന്നു കാണുക തന്നെ വേണം. പശ്ചിമേഷ്യൻ സംഘർഷം അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും അതിനിർണായകവും ഭീതിജനകവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നറിയാമല്ലോ. ലോകത്തെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയും അവരുടെ മിഡിൽ ഈസ്റ്റിലെ വിശ്വസ്ത പങ്കാളിയായിട്ടുള്ള ഇസ്രായേലും ചേർന്ന് ഇറാനെ ആക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന അമിത ആത്മവിശ്വാസത്തോടെ തുടങ്ങിയ ഈ യുദ്ധത്തിൽ അവർക്ക് നേരിടേണ്ടി വന്നത് അപ്രതീക്ഷിതവും വിനാശകരവുമായ തിരിച്ചടിയായിരുന്നു. കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ച് പാശ്ചാത്യ ലോകം കെട്ടിപ്പൊക്കിയ ആധുനിക ആയുധ പ്രതിരോധ സംവിധാനങ്ങളെയും അത്യാധുനിക വ്യോമ പ്രതിരോധ കവചങ്ങളെയും വളരെ പെട്ടെന്ന് നിഷ്പ്രഭമാക്കാൻ ഇറാന്റെ പടക്കപ്പലുകൾക്കും മിസൈലുകൾക്കും സാധിച്ചിട്ടുണ്ട്. അത്രത്തോളം കൃത്യതയും പ്രഹരശേഷിയും ഉള്ളവയാണ് ഇറാന്റെ ആയുധപ്പുരകൾ. എന്നാൽ അതിനേക്കാളൊക്കെ ലോകത്തെ ഭയപ്പെടുത്തുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ ഒരു യാഥാർത്ഥ്യമുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഇന്ന് ലോകത്തിന് മുന്നിൽ പ്രകടമാക്കിയ ആയുധങ്ങൾ ഇറാന്റെ യഥാർത്ഥ ശക്തിയുടെ ഒരു ചെറിയ ശതമാനം മാത്രമാണ്. ബാക്കി ഭൂരിഭാഗം ആയുധങ്ങളും ഇന്ന് ബാഹ്യ ലോകത്തിന് അറിയാത്ത വിധം ഇറാന്റെ മലനിരകളിലുള്ള അത്ഭുത ഭൂഗർഭ അറകളിൽ അതീവ രഹസ്യമാക്കി സൂക്ഷിച്ചിരിക്കുന്നു. അമേരിക്കൻ അപ്രമാദത്തെ അപ്പാടെ മലർത്തിയടിച്ച ഇറാന്റെ ഈ ആയുധ പെരുമയെക്കുറിച്ചും അവരുടെ തന്ത്രപരമായ സൈനിക വിപ്ലവത്തെക്കുറിച്ചും നമുക്കൊന്ന് വിശദമായിട്ട് പരിശോധിച്ചാലോ? അതിനു മുൻപ് ഇറാന്റെ സൈനിക കരുത്തിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് കമന്റായി രേഖപ്പെടുത്തണേ. പതിറ്റാണ്ടുകളായി അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഏർപ്പെടുത്തിയ കടുത്ത സാമ്പത്തിക സൈനിക ഉപരോധങ്ങൾക്കിടയിലും ഇറാൻ സ്വന്തം കാലിൽ കെട്ടിപ്പൊക്കിയ ആയുധ സാങ്കേതിക വിദ്യ ലോകത്തിലെ ഏതൊരു വൻ ശക്തിയെയും വെല്ലുവിളിക്കാൻ പോന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ മിസൈൽ സാങ്കേതിക വിദ്യ തന്നെയാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഭീതിജനകമായ മിസൈൽ ശേഖരം കൈവശമുള്ള രാജ്യമാണ് ഇറാൻ എന്ന കാര്യം ഓർക്കുക. പരീക്ഷണശാലകളിൽ നിന്ന് യുദ്ധഭൂമിയിലേക്ക് എത്തിയ ഇറാന്റെ ഖൈബർ ഷൈഖാൻ, ഫത്താഹ് തുടങ്ങിയ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലുകൾ ശബ്ദത്തേക്കാൾ എത്രയോ മടങ്ങ് വേഗതയിൽ സഞ്ചരിച്ച് ശത്രുക്കളുടെ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കാൻ ശേഷിയുള്ളവയാണ്. ഇസ്രായേലിന്റെ വിഖ്യാതമായ അയൺ ഡോം, അമേരിക്കയുടെ പാട്രിയറ്റ് പ്രതിരോധ സംവിധാനങ്ങൾക്ക് പോലും ഇറാന്റെ മിസൈൽ മഴയ്ക്ക് മുന്നിൽ തകർന്നടിഞ്ഞു പോകുന്നതാണ് നമ്മൾ കണ്ടത്. കോടികൾ വിലയുള്ള പാശ്ചാത്യ സാങ്കേതിക വിദ്യകളെ തുച്ഛമായ ചിലവിൽ നിർമ്മിച്ച മിസൈലുകൾ കൊണ്ട് തകർത്തെറിയാൻ ഇറാന് സാധിച്ചു എന്നത് അവരുടെ തദ്ദേശ ആയുധ നിർമ്മാണത്തിന്റെ മികവിന്റെ വലിയൊരു തെളിവ് തന്നെയാണ് അല്ലെ. ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിനോടൊപ്പം തന്നെ നമുക്ക് പണം വളർത്താനും ജീവിതത്തിൽ സാമ്പത്തികമായി മുന്നേറാനും സഹായിക്കുന്ന പുതിയ നിക്ഷേപ അവസരങ്ങളെ കുറിച്ചും ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്. അത്തരത്തിൽ ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സ്ഥിരതയുള്ള, വർഷങ്ങളായി കൂടുതൽ ലാഭവിഹിതം ഇൻവെസ്റ്റേഴ്സിന് നൽകുന്ന ടോപ്പ് 100 കമ്പനികളിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട്. ആക്സിസ് മാക്സ് ലൈഫിന്റെ BSE ഡിവിഡൻഡ് സ്റ്റെബിലിറ്റി ഇൻഡെക്സ് ഫണ്ട് എന്ന NFO വഴി ഈ വരുന്ന മെയ് 31 വരെ ഇത്തരത്തിൽ മാസം 2000 രൂപയിൽ തുടങ്ങി എത്ര വലിയ തുകയും നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടുതൽ അറിയാനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഈ കമ്പനികൾ വളരുമ്പോൾ അതിനനുസരിച്ചുള്ള ഡിവിഡൻഡ് ലാഭവിഹിതം നമുക്ക് ലഭിക്കും. അത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്ത് അതിന്മേൽ ലാഭം ഉണ്ടാക്കാനും സാധിക്കും. ഇതെല്ലാം ഫണ്ട് മാനേജർ ആണ് ചെയ്യുന്നത്. നമുക്ക് തലവേദനയൊന്നുമില്ല. ഇനി ഇൻവെസ്റ്റ് ചെയ്ത പൈസ പോകുമെന്ന് പേടിയുള്ളവർക്ക് ക്യാപിറ്റൽ ഗ്യാരണ്ടീഡായി ഇൻവെസ്റ്റ് ചെയ്താൽ ഇട്ട പൈസ പോവില്ല എന്ന് 100% ഉറപ്പും ഉണ്ട്. കമ്പനികൾ വളരുമ്പോൾ നല്ല ലാഭം നമുക്ക് കിട്ടുകയും ചെയ്യും. ഇവിടെ NAV 10 രൂപയാണ്. ബാങ്കൊക്കെ 5-6% മാത്രം റിട്ടേൺ നൽകുന്ന സ്ഥാനത്ത് ഈ NFOയുടെ ഇൻഡെക്സ് കഴിഞ്ഞ 5-7 വർഷങ്ങളിൽ 23%, 19.4% ശരാശരി റിട്ടേൺ ഓരോ വർഷവും നൽകിയിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ അടയ്ക്കുന്ന പ്രതിമാസ പ്രീമിയത്തിന്റെ 120 മടങ്ങ് വരുന്ന ലൈഫ് കവറും ലഭിക്കും. വർഷം തോറും 2.5 ലക്ഷം വരെ നിക്ഷേപിച്ചാലും ലഭിക്കുന്ന ലാഭത്തിന് നികുതിയും ഉണ്ടാകില്ല. പ്രവാസികൾക്കൊക്കെ കഴിയുമെങ്കിൽ മാസം 18,000 രൂപയൊക്കെ വെച്ച് നിക്ഷേപിച്ചാൽ 2 കോടിയൊക്കെ റിട്ടേൺ സാധ്യത ഇവിടെ പറയുന്നുണ്ട്. പിന്നെ മറക്കണ്ട, ഈ NFOയുടെ അവസാനത്തെ തീയതി ഈ വരുന്ന മെയ് 31 വരെയാണ്. അതായത് ഇനി 13 ദിവസം കൂടിയേ ബാക്കിയുള്ളൂ. വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുള്ള ലിങ്കിലൂടെ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനും നിക്ഷേപിക്കാനും സാധിക്കും. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. മലയാളത്തിൽ കസ്റ്റമർ കെയർ സൗകര്യവും ലഭിക്കും. വേണമെങ്കിൽ അവരുടെ ഏജന്റ് വീട്ടിൽ വന്ന് നേരിട്ട് വന്ന് സംസാരിക്കുകയും ചെയ്യും. ഇതാണ് ഇറാന്റെ ആയുധ പെരുമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അറിയുന്നതിനോടൊപ്പം നമുക്ക് സാമ്പത്തികമായി ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരത്തെ കുറിച്ച് കൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ സ്ഥിരതയുള്ള, കൂടുതൽ ലാഭവിഹിതം നൽകുന്ന
ടോപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം മെയ് 31 വരെ നിങ്ങൾക്ക് മുന്നിലുണ്ട്. അതായത് ഇനി 13 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. തിരികെ വന്നാൽ, മിസൈലുകൾക്ക് പുറമെ ഇന്ന് ലോക യുദ്ധമുറകളുടെ ഗതി തന്നെ മാറ്റിമറിച്ച ഇറാന്റെ ഡ്രോൺ സാങ്കേതിക വിദ്യ അവരുടെ ആയുധ പെരുമയിലെ മറ്റൊരു പൊൻതൂവൽ തന്നെയാണ്. ഷഹദ് ശ്രേണിയിലുള്ള ഇറാന്റെ ആത്മഹത്യാ ഡ്രോണുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള യുദ്ധഭൂമികളിൽ വിനാശകരമായ സാന്നിധ്യം തന്നെയാണ് തീർത്തിരിക്കുന്നത്. വളരെ കുറഞ്ഞ ചെലവിൽ നിർമ്മിക്കാവുന്നതും എന്നാൽ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ ശത്രുവിന്റെ ലക്ഷ്യസ്ഥാനങ്ങളിൽ കൃത്യമായി ചെന്ന് പതിക്കാൻ ശേഷിയുള്ള ഈ ഡ്രോണുകൾ അമേരിക്കൻ നാവികസേനയ്ക്കും അവരുടെ യുദ്ധക്കപ്പലുകൾക്കും വലിയ തലവേദനയാണ് ഇതിനോടകം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ചെങ്കടലിലും പേർഷ്യൻ ഗൾഫിലും അമേരിക്കൻ ആധിപത്യത്തെ പരസ്യമായി വെല്ലുവിളിക്കാൻ ഇറാന്റെ ഈ ചെറിയ ഡ്രോൺ പടയ്ക്ക് സാധിച്ചിട്ടുമുണ്ട്. ഒരു വൻ ശക്തിയുടെ കനത്ത ആയുധബലത്തെ സാങ്കേതിക ബുദ്ധി കൊണ്ട് എങ്ങനെ പ്രതിരോധിക്കാമെന്ന് ഇറാൻ ലോകത്തിന് കാട്ടിക്കൊടുക്കുകയാണിപ്പോൾ. എന്നാൽ ഇതിനെയെല്ലാം വെല്ലുന്നതാണ് ലോകത്തിന് ഇന്നും അദൃശ്യമായി തുടരുന്ന ഇറാന്റെ ഭൂഗർഭ സൈനിക താവളങ്ങൾ അഥവാ മിസൈൽ നഗരങ്ങൾ. ഇറാന്റെ പരുക്കൻ മലനിരകൾക്ക് 100 കണക്കിന് മീറ്ററുകൾക്ക് താഴെ കട്ടിയുള്ള കോൺക്രീറ്റ് പാളികളിൽ സംരക്ഷിക്കപ്പെട്ട നിലയിലാണ് ഈ ഭൂഗർഭ അറകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഏതൊരു വലിയ ആണവാക്രമണത്തെ പോലും അതിജീവിക്കാൻ പോന്ന ഈ കനത്ത കോട്ടയ്ക്കുള്ളിൽ ആയിരക്കണക്കിന് മിസൈലുകളും ഡ്രോണുകളുമാണ് എപ്പോൾ വേണമെങ്കിലും തൊടുക്കാൻ പാകത്തിൽ സജ്ജമാക്കി നിലനിർത്തിയിരിക്കുന്നത്. ഉപഗ്രഹങ്ങൾക്ക് പോലും കണ്ടെത്താൻ കഴിയാത്ത ഈ ഭൂഗർഭ നഗരങ്ങളിൽ നിന്നാണ് ഇറാന്റെ കമാൻഡോകൾ തങ്ങളുടെ തന്ത്രങ്ങൾ മെനയുന്നത് അത്രേ. ശത്രുക്കൾ ഇറാന്റെ ഉപരിതല താവളങ്ങളെ ആക്രമിച്ചാൽ പോലും മലനിരകൾക്ക് താഴെയുള്ള ഈ സുരക്ഷിത അറകളിൽ നിന്ന് ഒരേ സമയം ആയിരക്കണക്കിന് മിസൈലുകൾ ശത്രു രാജ്യങ്ങളിലേക്ക് തൊടുത്തുവിടാൻ ഇറാന് അനായാസം സാധിക്കും. ഈ ഒരു സുരക്ഷാ കവചമാണ് അമേരിക്കയെ പോലൊരു വൻ ശക്തിയെ പോലും ഇറാനെ നേരിട്ട് ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോട്ട് വലിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. ഇറാൻ നേരിട്ട് യുദ്ധരംഗത്ത് ഇറങ്ങാതെ തന്നെ തങ്ങളുടെ തന്ത്രപരമായ സഖ്യകക്ഷികളിലൂടെ, അതായത് ലെബനിലെ ഹിസ്ബുള്ള, യമനിലെ ഹൂത്തികൾ തുടങ്ങിയ പ്രോക്സി ഗ്രൂപ്പുകളിലൂടെ പാശ്ചാത്യ ശക്തികളെ നിരന്തരം പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്ന കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പക്ഷെ ഇപ്പോൾ കറക്റ്റ് യുദ്ധത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഗ്രൂപ്പുകൾക്കെല്ലാം അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക പരിശീലനവും നൽകുന്നത് ഇറാനാണ് എന്ന് അറിയാമല്ലോ. ഇതിനർത്ഥം മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിന്റെ റിമോട്ട് കൺട്രോളർ പൂർണ്ണമായും തെഹ്റാനിലെ ഭരണാധികാരികളുടെ കയ്യിലാണ് എന്ന് തന്നെയാണ്. ഇതിനെയെല്ലാം കൂടുതൽ ശക്തമാക്കുന്നത് ഇറാന്റെ നാവിക വ്യൂഹം തന്നെയാണ്. പേർഷ്യൻ ഗൾഫിന്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ നന്നായി അറിയാവുന്ന ഇറാൻ വലിയ യുദ്ധക്കപ്പലുകൾക്ക് പകരം വേഗതയേറിയ ചെറിയ മിസൈൽ ബോട്ടുകളാണ് വിന്യസിച്ചിരിക്കുന്നത്. വലിയ തിമിംഗലങ്ങളെ പോലെയുള്ള അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ കൂട്ടം ചേർന്ന് ആക്രമിക്കാൻ പോന്ന ഈ ചെറുബോട്ടുകൾ പശ്ചിമേഷ്യൻ കടലിടുക്കിൽ അമേരിക്കയ്ക്ക് തീർത്തും അപ്രതീക്ഷിതമായ കെണിയാണ് ഒരുക്കുന്നത്. അമേരിക്കയും ഇസ്രായേലും എത്രയൊക്കെ സൈനിക നീക്കങ്ങൾ നടത്തിയാലും ഇറാന്റെ തന്ത്രങ്ങൾക്കും അവരുടെ അദൃശ്യമായ ആയുധബലത്തിനും മുന്നിൽ അവയെല്ലാം പരാജയപ്പെടുന്ന കാഴ്ചയാണ് കുറച്ചു ദിവസങ്ങളായി നമ്മൾ കണ്ടിട്ടുള്ളത്. പാശ്ചാത്യ രാജ്യങ്ങൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ തങ്ങൾ മാത്രമാണ് മുന്നിലെന്ന അഹങ്കാരത്തിൽ ജീവിച്ചപ്പോൾ അതിനെ തദ്ദേശീയമായ ബുദ്ധി കൊണ്ടും അസാധാരണമായ ദൃഢനിശ്ചയം കൊണ്ടും ഇറാൻ നേരിട്ടു. സാമ്പത്തിക ഉപരോധങ്ങൾ കൊണ്ട് ഒരു രാജ്യത്തിന്റെ പ്രതിരോധ വീര്യത്തെ തളർത്താൻ കഴിയില്ല എന്ന് ഇറാൻ തെളിയിച്ചിരിക്കുകയാണ്. ഇറാന്റെ ഓരോ മിസൈൽ പരീക്ഷണവും കേവലം ആയുധ പ്രദർശനം മാത്രമായിരുന്നില്ല, മറിച്ച് തങ്ങളുടെ പരമാധികാരത്തിന് മേൽ കൈവയ്ക്കാൻ വരുന്ന ഏതൊരു വൻശക്തിക്കും നൽകുന്ന അവസാനത്തെ മുന്നറിയിപ്പാണത്. ചുരുക്കി പറഞ്ഞാൽ ഉപരോധങ്ങളുടെ ചങ്ങലകളെ തകർത്തെറിഞ്ഞ് ഇറാൻ കെട്ടിപ്പൊക്കിയ ഈ ആയുധ പെരുമ പാശ്ചാത്യ രാജ്യങ്ങളുടെ അപ്രമാദിത്വം അവസാനിപ്പിക്കുകയാണെന്ന വ്യക്തമായ സന്ദേശം തന്നെയാണ് നൽകുന്നത്. വരും നാളുകളിൽ ലോകരാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഇറാന്റെ ഈ അജയ്യമായ സൈനിക ശേഷി ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത് തന്നെയാണ് ഭൂഗർഭ അറകളിൽ അവർ സൂക്ഷിച്ച മിസൈലുകളും നമ്മളോട് പറയുന്നത്. ഇത്തരം വിഷയങ്ങളെ കുറിച്ച് അറിയുന്നതിനോടൊപ്പം നമുക്ക് സാമ്പത്തികമായി ജീവിതത്തിൽ മുന്നേറാനുള്ള അവസരത്തെക്കുറിച്ച് കൂടി ഞാൻ സൂചിപ്പിച്ചിരുന്നു. അങ്ങനെ ഇന്ത്യയിലെ സ്ഥിരതയുള്ള കൂടുതൽ ലാഭവിഹിതം നൽകുന്ന ടോപ്പ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അവസരം മെയ് 31 വരെ നിങ്ങൾക്ക് മുന്നിലുണ്ട്. അതായത് ഇനി 13 ദിവസം കൂടി മാത്രമാണ് ബാക്കിയുള്ളത്. ലിങ്ക് ഞാൻ കമന്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിൽ പോയി കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ QR കോഡ് സ്കാൻ ചെയ്താലും മതി. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണേ.